എല്ലാവർക്കും നെടുമങ്ങാട് ദ്രോണ PSC കോച്ചിങ് സെന്ററിന്റെ ബയോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നമ്മുടെ രക്തകോശങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു രക്തകോശമാണ് WBC അഥവാ ലൂക്കോസൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ശ്വേതരക്താണുക്കൾ, ശ്വേതരക്തകോശങ്ങൾ, വൈറ്റ് ബ്ലഡ് സെൽസ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന അതിന്റെ ശാസ്ത്രീയ നാമമാണ് ലൂക്കോസൈറ്റ്സ്. അപ്പോൾ RBC, WBC, പ്ലേറ്റ്ലെറ്റ് എന്നിങ്ങനെ 3 തരത്തിലുള്ള രക്തകോശങ്ങളാണ് നമ്മുടെ രക്തത്തിൽ പ്രധാനമായിട്ട് കാണപ്പെടുന്നത് നമുക്കറിയാം. അതിൽ RBC എന്ന് പറയുന്നത് ശ്വസനവാതകങ്ങളായ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള വാതകങ്ങളെ സംവഹിക്കാനായിട്ട് സഹായിക്കുന്നതാണ് RBCയുടെ ധർമ്മം. WBC പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിന് സഹായിക്കുന്ന, നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട കോശങ്ങൾ കാണപ്പെടുന്നത് WBC-യിലാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട WBC 5 ടൈപ്പ് WBC നമുക്ക് പഠിക്കാനുള്ളത് ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഇസ്നോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ഒന്നുകൂടെ പറയാം: ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഇസ്നോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ് എന്നിങ്ങനെ 5 തരത്തിലുള്ള WBC ആണ് പ്രധാനമായിട്ട് നമ്മുടെ രക്തത്തിൽ കാണപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ WBC ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ന്യൂട്രോഫിലാണ്. ന്യൂട്രോഫിന്റെ ധർമ്മമാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരുന്ന ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുകയും അവയെ നശിപ്പിക്കാൻ ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് ന്യൂട്രോഫിലാണ്. ഓക്കെ, അപ്പോൾ ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുകയും അവയെ നശിപ്പിക്കാൻ ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നതാണ് ന്യൂട്രോഫിൽ. WBC ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ന്യൂട്രോഫിലാണ്. രണ്ടാമത് ബേസോഫിൽ. WBC ഏറ്റവും എണ്ണത്തിൽ വളരെ കുറവായിട്ട് കാണപ്പെടുന്ന WBC ആണ് ബേസോഫിൽ. ബേസോഫിലിന്റെ ധർമ്മം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മറ്റ് രക്തകോശങ്ങളെ പ്രതിരോധ സംവിധാനത്തിനായി ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയും രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയും സഹായിക്കുന്ന WBC ആണ് ബേസോഫിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗാണുക്കളുടെ പ്രവേശനം ഉണ്ടാകുന്ന സമയത്തോ മുറിവുണ്ടാകുന്ന സമയത്തോ ഒക്കെ രോഗാണുക്കളെ നശിപ്പിക്കാനായി മറ്റുള്ള WBCയെ ഉത്തേജിപ്പിക്കുകയും ആ സമയത്ത് രക്തക്കുഴലുകളെ വികസിപ്പിക്കാനും സഹായിക്കുന്ന WBC ആണ് ബേസോഫിൽ. ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നു. മൂന്നാമത്തത് ഇസ്നോഫിൽ. ഇസ്നോഫിൽ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന അന്യവസ്തുക്കൾ ഏത് തന്നെയായാലും ആ അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ ആവശ്യമായ രാസവസ്തുക്കളും അതുപോലെ നമ്മുടെ ശരീരത്തിൽ വീങ്ങൽ പ്രതികരണം അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു പ്രതിരോധ പ്രവർത്തനം നടക്കുന്നുണ്ട്. ആ വീങ്ങൽ പ്രതികരണം നടക്കുന്നതിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇസ്നോഫിലാണ്. അപ്പോൾ ഒന്നാമത്തെ ജോലി എന്ന് പറഞ്ഞാൽ ശരീരത്തിലേക്ക് വരുന്ന ഏത് അന്യവസ്തുക്കളെ ആയാലും അവയെ നശിപ്പിക്കുന്നതിന് ആവശ്യമായ രാസവസ്തുക്കളും വീങ്ങൽ പ്രതികരണം നടക്കുന്നതിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഇസ്നോഫിൽ. അടുത്തതാണ് മോണോസൈറ്റ്. മോണോസൈറ്റ് എന്ന് പറയുമ്പോൾ WBC ഏറ്റവും വലിയ WBC ആണ് മോണോസൈറ്റ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും രോഗാണുക്കൾ ഏത് തന്നെയായാലും ആ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കാൻ സഹായിക്കുന്നതാണ് മോണോസൈറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, വിഴുങ്ങി നശിപ്പിക്കുക എന്ന് പറയുന്ന പ്രവർത്തനം ഇവിടെ 2 കോശങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന് ന്യൂട്രോഫിലും മറ്റൊന്ന് മോണോസൈറ്റും. അതായത് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രതിരോധ പ്രവർത്തനമാണ്. അതായത് രോഗാണുക്കൾ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവയെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ഫാഗോസൈറ്റോസിസ്. ഈ ഫാഗോസൈറ്റോസിസ് നടത്തുന്ന കോശങ്ങളെ വിളിക്കുന്ന പേരാണ് ഫാഗോസൈറ്റ്സ്. ആ ഫാഗോസൈറ്റ്സിന് ഉദാഹരണമാണ് ന്യൂട്രോഫിലും മോണോസൈറ്റും. ന്യൂട്രോഫിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. അതുപോലെ മോണോസൈറ്റ് മറ്റ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കാൻ സഹായിക്കുന്നതുകൊണ്ട് ഇവ രണ്ടുമാണ് പ്രധാനപ്പെട്ട ഫാഗോസൈറ്റുകൾ എന്ന് പറയുന്നത്. ഇനി അവസാനത്തതാണ് ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. ഇവയിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം നിർവഹിക്കുന്ന WBC ആണ് ലിംഫോസൈറ്റുകൾ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ശരീരത്തിൽ പ്രത്യേക പ്രതിരോധം അല്ലെങ്കിൽ സ്പെസിഫിക് ഡിഫൻസിനെ സഹായിക്കുന്ന WBC ആണ് ലിംഫോസൈറ്റ്. അതായത് കൃത്യമായി രോഗാണുവിന്റെ ഘടന മനസ്സിലാക്കി അവയ്ക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിവുള്ള ഒരേ ഒരു WBC ആണ് ലിംഫോസൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ന്യൂട്രോഫിൽ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്നു, അവയെ നശിപ്പിക്കാൻ ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. ബേസോഫിൽ രക്തക്കുഴലുകളെ വികസിപ്പിക്കുന്നു, മറ്റ് WBCയെ പ്രതിരോധ പ്രവർത്തനത്തിനായി ഉത്തേജിപ്പിക്കുന്നു. ഇസ്നോഫിൽ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ ഇല്ലാതാക്കാൻ ആവശ്യമായ രാസവസ്തുക്കളും വീങ്ങൽ പ്രതികരണം നടക്കുന്നതിന് ആവശ്യമായ രാസവസ്തുക്കളും ഉൽപ്പാദിപ്പിക്കുന്നു. മോണോസൈറ്റ് ഏത് രോഗാണുക്കളെയും വിഴുങ്ങി നശിപ്പിക്കുന്നു. ലിംഫോസൈറ്റ് പ്രത്യേക പ്രതിരോധം അല്ലെങ്കിൽ സ്പെസിഫിക് ഡിഫൻസിന് സഹായിക്കുന്ന ഒരു WBC ആണ് ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും 2 തരം ലിംഫോസൈറ്റുകളാണുള്ളത്. ഒന്ന് B ലിംഫോസൈറ്റ്, മറ്റൊന്ന് T ലിംഫോസൈറ്റ്. അപ്പോൾ B ലിംഫോസൈറ്റും T ലിംഫോസൈറ്റും രൂപപ്പെടുന്നത് നമ്മുടെ അസ്ഥിമജ്ജ അല്ലെങ്കിൽ ബോൺ മാരോയിൽ തന്നെയാണ്. അതിൽ B ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് അത് രൂപപ്പെടുന്നതും അതിന്റെ പാകപ്പെടൽ അല്ലെങ്കിൽ മെച്ചുറേഷൻ നടക്കുന്നതും നമ്മുടെ ബോൺ മാരോ അല്ലെങ്കിൽ അസ്ഥിമജ്ജയിൽ വെച്ച് തന്നെയാണ്. അപ്പോൾ പ്രധാനമായിട്ടും ബാക്ടീരിയകളുടെ സെൽ മെംബ്രെയിൻ പൊട്ടിച്ച് അവയെ ഇല്ലാതാക്കുന്നതിനും അതുപോലെ നമ്മുടെ ശരീരത്തിലേക്ക് കടന്ന രോഗാണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കാനും സഹായിക്കുക എന്നതാണ് B ലിംഫോസൈറ്റുകളുടെ ധർമ്മം. അപ്പോൾ ഒന്ന് ബാക്ടീരിയകളുടെ കോശ സ്ഥലത്തെ ശിഥിലീകരിച്ച് നശിപ്പിക്കുന്നതിനും
നമ്മുടെ ശരീരത്തിലേക്ക് രൂപപ്പെടുത്തിയ വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്നതിനും സഹായിക്കുന്നത് ബി ലിംഫോസൈറ്റുകളാണ്. രണ്ടാമത് ടി ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് അത് രൂപപ്പെടുന്നത് ബോൺ മാരോയിലാണ് എങ്കിലും അതിന്റെ പാകപ്പെടൽ മെച്ചുറേഷൻ നടക്കുന്നത് നമ്മുടെ തൈമസ് ഗ്രന്ഥിയിൽ വെച്ചാണ്. അപ്പോൾ തൈമസ് ഗ്ലാൻഡിൽ വെച്ചാണ് ടി ലിംഫോസൈറ്റുകളുടെ മെച്ചുറേഷൻ നടക്കുന്നത്. വൈറസ് ബാധിച്ച കോശങ്ങളെയും വൈറസ് ബാധിച്ച കോശങ്ങളെയും അതുപോലെ നമ്മുടെ ക്യാൻസർ കോശങ്ങളെയും നശിപ്പിക്കാൻ സഹായിക്കുന്ന ലിംഫോസൈറ്റ് ആണ് ടി ലിംഫോസൈറ്റുകൾ. അപ്പോൾ ഇത് ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റുമാണ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ലിംഫോസൈറ്റുകൾ. ഇവയാണ് പ്രത്യേക പ്രതിരോധത്തിന് സഹായിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ള WBC.